സാധാരണ ബിഗ് ബോസിലൊക്കെ നടക്കാറുള്ള ഒരു റാങ്കിങ് ടാസ്ക് ഉണ്ടാകുമല്ലോ. അതായത് ഓരോരുത്തരും അവരവരെ വിലയിരുത്തിയിട്ട് ഇപ്പോൾ 10 പൊസിഷൻസ് ആണ് അല്ലെങ്കിൽ 12 റാങ്കുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് യോഗ്യമെന്ന് തോന്നുന്ന റാങ്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് നിങ്ങൾ ആ സ്ഥാനത്തിന് അർഹനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനൊരു ടാസ്ക് പലപ്പോഴും ബിഗ് ബോസിൽ കൊടുക്കാറുള്ള ഒരു ടാസ്ക് ആണ്. സമാനമായൊരു ടാസ്ക് ആണ് ഇന്നലെ അഗ്നിപരീക്ഷയിൽ ഈ മത്സരാർത്ഥികൾക്കായിട്ട് ജഡ്ജസ് കൊടുത്തത്. അതിനകത്ത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് എൽദോ. കാരണം ബാക്കി ഓരോരുത്തരും പറയുന്ന കാരണങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് കേട്ടിരുന്നു ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലും. പക്ഷേ എൽദോ സംസാരിച്ചതിനകത്ത് വളരെ കൃത്യമായ പോയിന്റുകളും ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു. എൽദോ ഒന്നാമത് വന്ന് നിന്നു. എൽദോയുടെ കേസിനകത്ത് ഇന്നലെ അതിന് തൊട്ട് മുന്നേ ഒരു ടാസ്ക് നടന്നിരുന്നു. ആ ടാസ്കിൽ വിജയികളായിരുന്നു എൽദോയും ഷിബിനയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റാങ്കിങ് ടാസ്ക് വന്നപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരു കയ്യിൽ കയർ കൊണ്ട് കെട്ടിയതിന് ശേഷം ഇവർ ഒന്നിച്ച് വേണം ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കാൻ. ഇവർ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് വേറെയും പലരും അടികൂടിയിട്ടുണ്ടായിരുന്നു. ഷിജുലാൽ ഉണ്ടായിരുന്നു, ഷിജിൻ ഉണ്ടായിരുന്നു, അഫിയ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആർഗ്യുമെന്റ്സ് നടത്തുന്ന സമയത്ത് വളരെ ക്ലാരിറ്റിയോടെ എന്താണോ ഇതുവരെ ഈ അഗ്നി പരീക്ഷയിൽ നടന്നത്, അതിനകത്ത് താൻ എന്താണോ പെർഫോം ചെയ്തത് എന്നതിനെക്കുറിച്ച് സ്പഷ്ടമായിട്ട് അവിടെ എൽദോ സംസാരിച്ചു. എൽദോ ഇത് പറഞ്ഞപ്പോ സഹമത്സരാർത്ഥികൾ പോലും കൺവിൻസ് ആയി. എന്തിനേറെ പറയുന്നു, ജഡ്ജസ് പോലും കൺവിൻസ് ആയി എന്നുള്ളതാണ്. അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് എനിക്ക് തോന്നി. സാധാരണ മത്സരാർത്ഥികളെ പോലെ ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കി ദേഷ്യം പിടിച്ച് ബഹളം വച്ച് ആകെ മൊത്തം അലമ്പാക്കുന്ന ഒരു പരിപാടിക്ക് പകരം വളരെ കാമായിട്ട് താൻ എന്താണോ നേടിയത്, ഞാനാണ് ഈ അഗ്നി പരീക്ഷയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റ് പെൻഡന്റ് നേടിയത്, ഞാൻ ഇന്ന ടാസ്കുകളിൽ ഇങ്ങനെയെല്ലാം പെർഫോം ചെയ്തു, മറ്റൊരാൾക്ക് അതായത് ഷിബിനയ്ക്കാണ് ഇന്നലെ ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടിയത്. ആ പെൻഡന്റ് കിട്ടാൻ കാരണക്കാരൻ എൽദോയാണ്. കാരണം ഇവർ രണ്ടുപേരുമാണ് ഫൈനലി ആ ടാസ്കിൽ വരുന്നത്. എൽദോ തോളിൽ വെച്ചുകൊണ്ട് ഷിബിനെ തോളിൽ വെച്ചുകൊണ്ട് നിൽക്കണം. ഏറ്റവും കൂടുതൽ ഫിസിക്കൽ എഫേർട്ട് അവിടെ വരുന്നത് എൽദോയ്ക്കാണ്. ആ ഒരു ടാസ്ക് കഴിയുമ്പോൾ ജഡ്ജസ് തന്ത്രപരമായിട്ട്, അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്, ഓരോ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്താനായിട്ട് ജഡ്ജസ് പല തന്ത്രങ്ങളോടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഷിബിനയ്ക്ക് കൊടുക്കാൻ പറയുന്നു. സന്തോഷത്തോടെ എൽദോ അത് കൊടുത്തു. അതും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. വളരെ ഹാപ്പി ആയിട്ട് തർക്കിക്കാനോ വഴക്കിടാനോ അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ എഫേർട്ട് ഇട്ടത് എന്ന് പറയാനോ ഒന്നും പോയില്ല. ഹാപ്പി ആയിട്ട് തന്നെ അത് ചെയ്തു. അപ്പോൾ അങ്ങനെ കൊടുത്ത ഒരാളാണ് എൽദോ. അപ്പോൾ എൽദോ പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞു, വേറൊരാൾക്ക് ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനും കൂടി ശ്രമിച്ചിട്ടുണ്ട്, നേടിക്കൊടുക്കുന്നതിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ടാസ്ക് വിൻ ചെയ്തത് ഞാനും കൂടിയാണ്. ഇങ്ങനെ താൻ എന്തൊക്കെയാണോ പെർഫോമൻസിൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഏതൊക്കെ ടാസ്കിൽ താൻ എന്തൊക്കെ ചെയ്തു, അങ്ങനെ ഓരോ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് പറഞ്ഞുകൊണ്ട് എൽദോ അവിടെ ഒരു മികച്ച പെർഫോമർ ആണെന്ന് തെളിയിക്കുകയാണ് ഇന്നലെ ചെയ്തത്. ശരിക്കും ജഡ്ജസ് പോലും ഇംപ്രസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര മാന്യമായിട്ടാണ് എൽദോ അദ്ദേഹത്തിന്റെ ആ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒന്നാം സ്ഥാനത്തിന് അർഹനാണെന്ന് സ്ഥാപിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒന്നാം സ്ഥാനത്തിനുള്ള അടി എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ലല്ലോ. അത് ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അർഹതയില്ലാത്തവർ പോലും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കും. അതാണ് അതിൻ്റെ ഒരു എല്ലാ ബിഗ് ബോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നേ വരെ അർഹതയുള്ള ഒരാള് എൻ്റെ ഓർമ്മയിൽ ഈ ഒന്നാം സ്ഥാനം നേടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ബിഗ് ബോസിനകത്ത് പലപ്പോഴും ഒട്ടും അർഹതയില്ലാത്ത ആളുകളായിരിക്കും ബഹളം വെച്ച് ഒന്നാം സ്ഥാനം നേടാറുള്ളത്. അർഹതയുള്ള ആളുകൾ 10ാമതോ 12ാമതോ ഒക്കെ പോയി നിൽക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ 100% അർഹതയുള്ള ഒരാൾ തന്നെ ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ കൂടി അഗ്നി പരീക്ഷയിലെ റാങ്കിങ്ങിൽ ഒന്നാമത് സംസാരിച്ച് വിജയിച്ചു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എൽദോ മിക്കവാറും സീസൺ 8 ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇദ്ദേഹത്തെ പോലുള്ളവരുണ്ടാവണം, എങ്കിൽ മാത്രമേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മത്സരം നമുക്ക് കാണാൻ പറ്റൂ. ഒന്നിലേറെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമേഴ്സ് വരുമ്പോഴാണ് എപ്പോഴും ബിഗ് ബോസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ വൺ മാൻ ഷോയേക്കാൾ കൂടുതൽ എപ്പോഴും ബിഗ് ബോസ് കാണാൻ നമുക്ക് രസം തോന്നുക മൾട്ടിപ്പിൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുമ്പോഴാണ്. ഇവിടെ എൽദോ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഏത് കാര്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് പറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. 2, കാമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. 3, മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. 4, ടാസ്കുകളിൽ മാക്സിമം എഫേർട്ട് എടുത്ത് ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് എൽദോ. എൽദോ ഒന്നാം സ്ഥാനത്ത് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ബാക്കിയുള്ള മത്സരാർത്ഥികളോട് ജഡ്ജസ് ചോദിക്കുകയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത്. അഫിയയുടെ കാര്യം ചോദിക്കുന്നു,
അതുപോലെ തന്നെ ഷിജിന്റെ കാര്യം ചോദിക്കുന്നു. അപ്പൊ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ പിന്തുണച്ചത് എൽദോയാണ്. ഈ ഒന്നിച്ചാണല്ലോ എൽദോയും ഷിബിനെയും അവിടെ വന്ന് നിന്നത്. ഏറ്റവും ഒടുവിൽ അവര് തമ്മിൽ മത്സരിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം ഇവരെ ഒന്നിച്ചൊരു കയറ് കെട്ടിയാണല്ലോ നിർത്തിയിരുന്നത്. അപ്പൊ ഇവരിൽ ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ കഴിയൂ. അടുത്ത ഒരാൾ 11ാം റാങ്കിലേക്ക് പോകേണ്ടി വരും എന്നൊരു ഘട്ടം വന്നപ്പോൾ അവിടെയും ഷിബിനെ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എൽദോയ്ക്ക് പറയാൻ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്താണ് എന്ന് മറ്റുള്ളവരെ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ സ്പഷ്ടമായിട്ട് നമുക്കത് പറയാൻ കഴിയണം. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ടാസ്കിൽ നന്നായിട്ട് ഒച്ചയിട്ടത് കൊണ്ടോ സംസാരിച്ചത് കൊണ്ടോ സ്മാർട്ട് ആയതുകൊണ്ടോ മാത്രം എല്ലായിടത്തും നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ പറ്റില്ല. ചിലയിടങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളും നമ്മൾ ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അവിടെ എൽദോയ്ക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എൻ്റെ അഗ്നിപരീക്ഷ സീസണിൽ ഇതുവരെ ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് എന്നതായിരുന്നു. ഏറ്റവും കൂടുതൽ ടാസ്കുകളിൽ മികച്ച പ്രകടനം നടത്തിയ ആള്, ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആൾ എന്നിങ്ങനെ എൽദോ നിലവിൽ ഈ ഒരു അഗ്നി പരീക്ഷയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നു എന്നത് യാതൊരു സംശയവുമില്ലാതെ പറയാം. അതുകൊണ്ട് തന്നെ എൽദോയെ തള്ളിപ്പറയാൻ അവിടെ ആർക്കും കഴിഞ്ഞില്ല. മെജോറിറ്റി വീണ്ടും ഷിബിനയുടെ മുകളിൽ എൽദോയെ തെരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എൽദോ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഇവിടെ തത്വത്തിൽ റാങ്കിംഗ് ടാസ്കും വിജയിച്ചത് എൽദോയാണ്. 1ാം സ്ഥാനമാണ് ഒരു റാങ്കിംഗ് ടാസ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ. ആ പൊസിഷൻ നേടിയെടുത്തുകൊണ്ട് എൽദോ തന്റെ കഴിവ് വീണ്ടും തെളിയിച്ചു. അവിടെ 2ാമത് വന്നത് നമ്മുടെ ശ്യാമാണ്, 3ാമത് വന്നത് സോനയാണ്, 4ാമത് വന്നത് ഷാമോനാണ്, 5ാമത് വന്നത് നമ്മുടെ താഷിയാണ്. അതിൽ ഷാമോനും താഷിയും ഓൾറെഡി 4-5 സ്ഥാനങ്ങൾ പിക്ക് ചെയ്തിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം ഈ ടാസ്ക് ഇവിടെ നിൽക്കത്തില്ല, അടിയിലേ തീരൂ. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 1ാം സ്ഥാനത്തിനൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറയാൻ പറ്റുന്ന വാലിഡ് റീസൺസും വേണം. സോ 1ാം സ്ഥാനത്ത് പിടിക്കാൻ പോകുന്നത് മണ്ടത്തരമാണ് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച ഷാമോനും അതുപോലെ താഷിയും 4ഉം 5ഉം സ്ഥാനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ഭാഗം സെക്യൂർ ആക്കി. പിന്നീട് പലരും 2ഉം 3ഉം സ്ഥാനത്ത് നിലവിലുള്ളവരെക്കാൾ അർഹതയുണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരിൽ പലരും ഏറ്റവും അവസാനങ്ങളിലേക്ക് പോകുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഒരു ടാസ്കിനകത്ത് ബുദ്ധി ഉപയോഗിക്കണം, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം, നമ്മുടെ അർഹത എന്താണെന്ന് തിരിച്ചറിയണം, സ്വയം വിലയിരുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ പറ്റൂ. ഇവിടെ വിട്ടുകൊടുക്കാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് എൽദോ ശരിക്കും 1ാം സ്ഥാനം നേടിയെടുക്കുക തന്നെ ചെയ്തു. ഇപ്പൊ എൽദോ ഇതുകൂടി പറയുന്നുണ്ട്, 1ാം സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഈ കിട്ടുന്ന 1ാം സ്ഥാനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതേ സമയത്ത് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എളിമയോടെ പറയുകയാണ്. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അഗ്നി പരീക്ഷയിലെ ഈ 1ാം സ്ഥാനമല്ല, മറിച്ച് എൻ്റെ ലക്ഷ്യം ബിഗ് ബോസിലെ 1ാം സ്ഥാനം നേടുക എന്നുള്ളതാണ്. ആ കോൺഫിഡൻസിനെ തീർച്ചയായും സമ്മതിച്ചേ പറ്റുള്ളൂ. ബിഗ് ബോസിൽ 1ാം സ്ഥാനം നേടാൻ എൽദോയ്ക്ക് കഴിയട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ നല്ലൊരു ഗെയിം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഒന്നും അസാധ്യമല്ല. ഇവിടെ എന്തായാലും എൽദോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇന്നലെ ശരിക്കും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു എന്ന് എന്നെ പറയേണ്ടി വരും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.